ഹായ്. ഇന്ന് നമ്മൾ കോട്ടൺ കുർത്തീസാണ് കാണിക്കുന്നത്. നമ്മുടെ ഇന്നലത്തെ വീഡിയോയിലുള്ള കുർത്തീസ് തന്നെയാണ്. അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ഇട്ടിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് കുർത്തി വന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഡാർക്ക് പർപ്പിൾ കളറിലാണ്, വീനെക്കിലാണ് കൊടുത്തിട്ടുള്ളത്. 3 പീസ് സെറ്റാണ് കേട്ടോ. പാൻറ്റ്, ഷോള്, ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടില്ലേ, ഈ ടോപ്പിൻ്റെ പ്രിൻറ്റുകൾ നമ്മൾ ഒരു ലീഫിൻ്റെ മോഡലിലാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത്. ഫുള്ള് ലെങ്ത്ത് ഇത്രയും വരും. സ്ലീവിൻ്റെ ലെങ്ത്ത് ഇത്രയും വരും കേട്ടോ. നമ്മുടെ വീനെക്കിൻ്റെ അവിടെ ത്രെഡിൻ്റെ ഒരു വർക്കാണ് കൊടുത്തത്. ഇത് സ്ലിറ്റഡിലാണ് നമ്മുടെ ടോപ്പ് വന്നിട്ട്. ഇല്ലേ, നല്ല ഭംഗിയാണ് ഈ കളർ കാണാനായിട്ട്. പാൻറ്റ് കണ്ടോ, അടിപൊളി പാൻറ്റ്, നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. അത് എലാസ്റ്റിക്കിലാണ് പാൻറ്റ് വന്നിട്ട്. പാൻറ്റ് നല്ല ലെങ്ത്തുള്ള പാൻറ്റാണ്, വലിയ പാൻറ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഷോൾ വന്നിട്ട് കണ്ടില്ലേ, ഷോൾ നമ്മുടെ ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും കൂടെ വർക്ക് അതിനകത്ത് വരുന്നുണ്ട്. ഷോളിൽ ഫുള്ള് നല്ല നീളമുള്ള ഷോൾ തന്നെയാണ് കേട്ടോ, ചെറിയ ഷോളല്ല, നല്ല നീളമുണ്ട്. 3 പീസ് സെറ്റ് നിങ്ങൾക്ക് 550 റേറ്റിലാണ്, ഫ്രീ ഷിപ്പിങ്ങിലാണ്, എവിടെയും കിട്ടില്ല. നല്ല കോട്ടൺ 550ൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ. നെക്സ്റ്റ് കുർത്തി വന്നിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെ വരും. 2 പീസ് സെറ്റാണ്. ആദ്യം കാണിച്ചതിൽ മാത്രമേ 3 പീസ് വരുന്നുള്ളൂ. നല്ലൊരു കളറാണ്, നമുക്ക് ഓഫീസ് വെയറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്. കണ്ടില്ലേ, ഇത് നിവർത്തിയിടുമ്പോൾ ഇങ്ങനെ വരും. വീനെക്കാണ്. അവിടെ ഒരു മിറർ വരുന്നുണ്ട്, ഒറിജിനൽ മിറർ അല്ല. അവിടെ ഒരു ത്രെഡ് വർക്കൊക്കെ വരുന്നുണ്ട്. ഒരു ഫ്ലവർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വൈറ്റ് ഫ്ലവർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവിൻ്റെ അറ്റത്ത് നമ്മുടെ പാൻറ്റിൻ്റെ തന്നെ ഒരു ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്ലിറ്റഡ് ടോപ്പാണ്. കണ്ടോ, പാൻറ്റിൽ കണ്ടില്ല ഇങ്ങനെ റൗണ്ട് ഒരു പ്രിൻറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ എലാസ്റ്റിക്കിൽ തന്നെയാണ് പാൻറ്റ് വരുന്നത്. പാൻറ്റൊക്കെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. റേറ്റ് വന്നിട്ട് 399, ഫ്രീ ഷിപ്പിംഗ് ആണ്. വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് കുർത്തി വന്നിട്ട് നമ്മുടെ ഒരു പിങ്ക് കളറാണ്, അടിപൊളി പിങ്ക് കളറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സെയിം വീനെക്ക് തന്നെയാണ്. കണ്ടില്ലേ, കളർ നോക്കൂ നിങ്ങൾ, പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും കളർ അടിപൊളി. കണ്ടില്ലേ, ടോപ്പ് വന്നിട്ട് ചെറിയ പ്രിൻ്റാണ് കേട്ടോ. ഒരു പിങ്കിൽ ചെറിയ വൈറ്റ് പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. നെക്ക് വന്നിട്ട് കണ്ടില്ലേ, ചെറിയ മിറർ കൊടുത്തിട്ടുണ്ട്, ഒറിജിനൽ മിറർ അല്ല. അവിടെ നമുക്ക് ത്രെഡിൻ്റെ ഒരു വർക്കും ഉണ്ട്. സ്ലീവിൽ കണ്ടില്ലേ, സ്ലീവിൻ്റെ അറ്റത്ത് നമ്മുടെ പാൻറ്റിൻ്റെ തന്നെ സെയിം ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ടോപ്പ് വന്നിട്ട് സ്ലിറ്റഡ് ആണ്. നല്ല ചെറിയ പ്രിൻ്റാണ് കേട്ടോ. നിവർത്തിയിടുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പാൻറ്റ് കണ്ടു, പാൻറ്റ് നമുക്കിത് സിക്സാക് പാറ്റേണിലാണ് വരുന്നത്. ഡിസൈന് എലാസ്റ്റിക് ആണ്. കണ്ടില്ല, വൈറ്റ് കളറാണ്. 499, ഫ്രീ ഷിപ്പിംഗ്. വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് കുർത്തി വന്നിട്ട് ഒരു വൈറ്റിൽ ആഷ് പ്രിൻ്റ് വരുന്നതാണ് കേട്ടോ. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. നല്ല കളറാണ് കേട്ടോ. കണ്ടില്ലേ, വീനെക്കിൽ തന്നെയാണ് പാൻറ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഓപ്പൺ ചെയ്യുന്ന വൃത്തി നോക്കുമ്പോൾ ഇങ്ങനെ വരും. ലെങ്ത്ത് വന്നിട്ട് നല്ല അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട്. ഇതാണ് പ്രിൻ്റ് കേട്ടോ. പ്രിൻ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. വീനെക്ക് കണ്ടില്ലേ, വീനെക്കിൻ്റെ അവിടെ ത്രെഡിൻ്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിർത്തിയിടുമ്പോൾ ഇങ്ങനെ വരും. സ്ലീവിൻ്റെ അറ്റത്ത് കണ്ടില്ലേ, സെയിം തന്നെ നമ്മുടെ പാൻറ്റിൻ്റെ ഒരു ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ടോപ്പ് വന്നിട്ട് സ്ലിറ്റഡ് തന്നെയാണ് കേട്ടോ. ഇതിലെല്ലാം വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ടവർ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്ന നമ്പറിനകത്ത് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അപ്പോൾ ക്ലിയർ ചെയ്യാം. പാൻറ്റ് വന്നിട്ട് ലൈൻസിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. കേട്ടോ, ലൈൻസിൻ്റെ ഒരു പാറ്റേണാണ്. അത് എലാസ്റ്റിക് തന്നെയാണ്. സെയിം എല്ലാ പാൻറ്റും എലാസ്റ്റിക് തന്നെയാണ്. നിവർത്തിയിടുമ്പോൾ ഇങ്ങനെ വരും. ഇത്രയും ലെങ്ത്തും വരും. അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതാണ്. നിങ്ങൾ 499, ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, വേണ്ടവർ നമ്മുടെ ഈ നമ്പറിനകത്ത് കോൺടാക്റ്റ് ചെയ്താൽ മതി. താങ്ക് യു.